അതുപോലെ നമ്മുടെ ചോറ് അടുപ്പത്ത് വേകുന്നുണ്ട്. ഇതിൻ്റെ കാപ്പിക്ക് ഇഡ്ഡലിയാണ് ഇന്നത്തെ കാപ്പി. അപ്പോൾ ഇന്നത്തെ മെഴുക്ക് വരട്ടി നമ്മൾ കോവയ്ക്ക ആണ് വെച്ചിരിക്കുന്നത്. കോവയ്ക്കും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കാൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇഡ്ഡലി, ചമ്മന്തി, ഉഴുന്ന് പൊടി ചമ്മന്തി, കട്ടൻ കാപ്പി. അപ്പോൾ ഇന്നത്തെ ഉച്ചത്ത് ഒരു വറുത്തരച്ച തീയലാണ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ടു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിന് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് നോക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തീയലിന് വറുത്തത് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം പുളി ഇട്ട് കൊടുക്കാം. അതായത് കത്രിക്ക ആയതുകൊണ്ട് അല്പം പുളിയുടെ ആവശ്യമുണ്ട്, ഇട്ട് കൊടുക്കാം. നമുക്ക് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ട് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരുപാട് വേണ്ട, ഇതിൽ ശകലം മതി. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇരിക്കുന്ന ഉള്ളി ഇട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ടാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കത്രിക്ക, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതെന്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കലക്കി എടുത്ത് വെച്ച അരപ്പ് ഒഴിച്ചു. നമ്മൾ തീയിൽ റെഡി ആയിട്ടുണ്ട്. അല്പം ചെറിയ തീയിൽ കിടന്നൊന്ന് അല്പം വറ്റണം. ഞാൻ ഈ പരുവത്തിന് എടുത്തിട്ടുണ്ട്, അല്പം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കി കൂട്ടെല്ലാം കഴിഞ്ഞ് നമുക്കിതൊന്നുകൂടെ ചെറുതായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ മീൻകറി ഇവിടെ ഞാൻ സ്റ്റവ് ഓഫാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് ഇതാണ്.